DGP സെൻകുമാറിൽ നിന്ന് രക്ഷ തേടി IPS ഉദ്യോഗസ്ഥൻ രംഗത്ത്. തന്നെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വി ഗോപാലകൃഷ്ണൻ IPS ആഭ്യന്തരമന്ത്രിക്ക് കത്ത് കൈമാറി. മന്ത്രി ഇടപെട്ടില്ലെങ്കിൽ കേരള ചരിത്രത്തിൽ ഉണ്ടാകാത്തതുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. കത്തിന്റെ പകർപ്പ് പീപ്പിൾ പുറത്തുവിട്ടു. വിവരങ്ങളുമായി MR സജേഷ് തത്സമയം ചേർന്നു. സജേഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും? സൗമ്യ, സംസ്ഥാന പോലീസ് ചീഫിനെതിരെ പ്രോസിക്യൂഷൻ അനുമതി തേടിക്കൊണ്ട് ഒരു IPS ഉദ്യോഗസ്ഥൻ തന്നെ കത്ത് നൽകുന്ന അസാധാരണ സാഹചര്യമാണ് നിലവിലുള്ളത്. 18 വർഷമായി തന്നെ പുറകെ നടന്ന് വേട്ടയാടുന്നു. ലാക്കോടുകൂടി കള്ളക്കേസുണ്ടാക്കി അറസ്റ്റ് ചെയ്യിക്കാനാണ് ശ്രമം എന്ന് കാണിച്ചാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകിയിട്ടുള്ളത്. സെൻകുമാറിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവദിക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു. പകയോടെയാണ് സെൻകുമാർ പെരുമാറുന്നത്. ഭയമില്ലാതെ ജീവിക്കാനാകാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. 18 വർഷമായി ഈ വേട്ടയാടൽ തുടരുന്നു എന്ന് ഈ കത്തിൽ പറയുന്നു. സേവ് അവർ സോൾ എന്ന വാക്കാണ് കത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കടലിൽ കപ്പൽ മുങ്ങിത്താഴുമ്പോൾ രക്ഷ നേടാൻ വേണ്ടി കപ്പിത്താൻ ഉപയോഗിക്കുന്ന വാക്കാണിത്, സേവ് അവർ സോൾ. ആ പ്രാർത്ഥനയാണ് ഈ കത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ അടിയന്തിരമായി ഉണ്ടായില്ലെങ്കിൽ കേരള ചരിത്രത്തിൽ, കേരളത്തിൻ്റെ പോലീസിൻ്റെ ചരിത്രത്തിൽ കാണാനാകാത്ത തരത്തിലുള്ള കാഴ്ചകൾ കാണേണ്ടി വരും. അതുകൊണ്ട് സെൻകുമാറിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് ഈ കത്ത്. പോലീസ് തലപ്പത്തെ ആകെ ഈ കത്ത് വലിയ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുന്നു. സെൻകുമാറിനെതിരെ പോലീസിലെ ഉന്നതരായ ഒട്ടേറെ ആളുകൾക്ക് പരാതിയുണ്ട്. ആ പരാതിയുടെ തുടർച്ച കൂടിയാണ് വി ഗോപാലകൃഷ്ണൻ IPS ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയിട്ടുള്ള കത്ത്. കത്തിന്റെ പകർപ്പാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടത്. സൗമ്യ, സജീഷ് തല അതിലേക്ക് എത്താം. വി ഗോപാലകൃഷ്ണൻ തന്നെ നമ്മോടൊപ്പം സംസാരിക്കുകയുണ്ടായി. എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോയ ശേഷം തിരികെ എത്താം. അപ്പൊ നമ്മൾ ക്ഷമിച്ച് ഭൂമിയോളം താഴോട്ട് പോകുമ്പോൾ ഇയാൾ കൂടുതൽ ഇങ്ങനെ കയറി നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാനും ഒരു കുടുംബമായിട്ട് കഴിയുന്നതല്ലേ, പിന്നെ ഞാനൊരു അഴിമതിക്കാരനോ ഞാൻ ഒരു അട്രോസിറ്റി ഒന്നും ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനല്ല. പകയുള്ള ഒരു മനുഷ്യനാണ്. പക ഈ ടീമിംഗ് വിത്ത് വെണ്ടറ്റ അഗൻസ്റ്റ് ഹിസ് അഡ്വൈസറീസ്, അതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം. ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ തന്നെയാണ് നമ്മൾ കേട്ടത്. സജേഷിലേക്ക് തന്നെ വരികയാണ്. സജേഷ്, ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഒരു സംഭവം പ്രധാനമായി ഇത് തന്നെയായിരുന്നു. കഴിഞ്ഞ 18 വർഷമായി പിന്തുടർന്ന് വേട്ടയാടുകയാണ്. ഒരു പക്ഷേ പല IPS ഉദ്യോഗസ്ഥർക്കും സെൻകുമാറിനെ കുറിച്ച് പറയാനുള്ള പരാതിയിലെ സുപ്രധാനം ഇത് തന്നെയാണ്. പലതരത്തിലും വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ പല കേസുകളിലും കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള പല തിക്താനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന്. ഒരുപക്ഷെ ഗോപാലകൃഷ്ണന്റെ പരാതി പൂർണ്ണമായും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതെങ്ങനെയാണ്? സൗമ്യ, പോലീസ് ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പൽ ആയിരിക്കുമ്പോൾ മുതൽ സെൻകുമാർ വലിയ തോതിൽ വേട്ടയാടാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസ് അസോസിയേഷൻ നേതാക്കളെ ചേംബറിൽ വിട്ട് അടിക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ പോലും കാര്യങ്ങൾ നീങ്ങിയിരുന്നു. ആ ഘട്ടത്തിലെല്ലാം വി ഗോപാലകൃഷ്ണൻ IPS ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയാണ്. എന്നാൽ ഇത്തരമൊരു തുറന്നു പറച്ചിലിന് ഇതുവരെയും അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഇത്തരമൊരു തുറന്നു പറച്ചിലേക്ക് കാര്യങ്ങൾ നീക്കിയത് 1997 ഒരു കേസിനെ ചൊല്ലി, ഡോക്ടർമാരുടെ സമരത്തെ ചൊല്ലി ഉണ്ടായിട്ടുള്ള കേസിൽ ഗോപാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യണമെന്ന അടിയന്തര നിർദ്ദേശം കമ്മീഷണർക്ക് DGP കൈമാറിയതായാണ് വി ഗോപാലകൃഷ്ണൻ IPS പറയുന്നത്. കമ്മീഷണർ ഇതനുസരിച്ച് ഈ അറസ്റ്റിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നു. ഇത് തന്നെ വേട്ടയാടുന്നതിന് വേണ്ടിയാണ്. അന്ന് മെഡിക്കൽ സമരമായിരുന്നു നടന്നിരുന്നത്. അന്ന് സർക്കാരിൻ്റെ ഉൾപ്പെടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ സമരത്തിൽ ഏർപ്പെട്ടിരുന്ന 14 ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതൊരു പ്രൈവറ്റ് പെറ്റീഷനായി 2 കോടതികൾക്ക് മുമ്പിൽ നിലനിൽക്കുന്നു. ആ ഘട്ടത്തിൽ കോടതികളെ പോലും വകവയ്ക്കാതെ സെൻകുമാർ കമ്മീഷണർ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിശദമായ കത്താണ് ആഭ്യന്തരമന്ത്രിക്ക് വി ഗോപാലകൃഷ്ണൻ IPS കൈമാറിയിട്ടുള്ളത്. ഇത്തരത്തിൽ സംസ്ഥാന പോലീസ് ചീഫിനെതിരെ ആഭ്യന്തരമന്ത്രിക്ക് കത്ത് നൽകിയ പരസ്യമായി തന്നെ കാര്യങ്ങൾ ഒരു IPS ഉദ്യോഗസ്ഥൻ തുറന്നു പറയുകയും ചെയ്യുന്ന അസാധാരണമായ കാഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ സെൻകുമാറിനെതിരെ ഗോപാലകൃഷ്ണൻ നമ്മളോട് സംസാരിക്കുകയും ചെയ്തു. പകപോക്കുന്ന തരത്തിലാണ് സെൻകുമാർ പ്രവർത്തിക്കുന്നത്. പകയുള്ള മനുഷ്യനാണ് സെൻകുമാർ തുടങ്ങിയ ആരോപണങ്ങളും ഈ കത്തിൽ ഉന്നയിക്കുന്നു. സൗമ്യ, സോളാർ കമ്മീഷന് മുന്നിൽ ഹാജരാകാതിരുന്ന തമ്പാനൂർ രവിക്ക് കമ്മീഷന്റെ ശാസന. നാളെയോ മറ്റന്നാളോ ഹാജരായില്ലെങ്കിൽ കളി മാറുമെന്ന് കമ്മീഷനിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്ന തങ്കച്ചന്റെ അഭിപ്രായം തന്നെയാണോ തമ്പാനൂർ രവിക്കുമെന്നും ജസ്റ്റിസ് ശിവരാജൻ. കമ്മീഷനിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെടുമെന്ന് സരിത S. നായർ. വിസ്താരം അവസാനിച്ചാൽ ഉടൻ കോടതിയെ സമീപിക്കുമെന്നും സരിത പറഞ്ഞു. കമ്മീഷൻ ഇന്നോ നാളെയോ കൊണ്ട് തീരുമെന്നാണ് എൻ്റെ ക്രോസ് തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കമ്മീഷൻ്റെ ക്രോസ് കഴിഞ്ഞാൽ നമ്മൾ കോടതി നടപടികളായിട്ട് അത് CD ജോണി സാറിൻ്റെ അടുത്ത് ചോദിച്ചാലേ കറക്റ്റ് അറിയുള്ളൂ. ഇപ്പോൾ ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം സാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും.
ദില്ലി പട്യാല ഹൌസ് സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനും ദില്ലി പോലീസിനും സുപ്രീം കോടതിയുടെ നോട്ടീസ്. ആക്രമണം നടത്തിയ അഭിഭാഷകർക്കെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ലെന്ന് ദില്ലി പോലീസിനോട് സുപ്രീം കോടതി ചോദിച്ചു. ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ 3 അഭിഭാഷകർക്കും കോടതി നോട്ടീസ് അയച്ചു. ദില്ലി പാട്യാല ഹൌസ് കോടതിയിൽ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ അഭിഭാഷകരായ ഓം ശർമ്മ, വിക്രംജിത്ത് ചൗഹാൻ, യശ്പാൽ യാദവ് എന്നിവർക്കാണ് സുപ്രീം കോടതി നോട്ടീസ് അയച്ചത്. കോടതിക്കുള്ളിൽ ആക്രമണം നടത്തി ഇവർക്കെതിരെ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിച്ചില്ലെന്ന് ദില്ലി പോലീസിനോട് സുപ്രീം കോടതി ചോദിച്ചു. ഇവർക്കെതിരെ കോടതിയലക്ഷ്യത്തിന് കേസ് എടുക്കാത്തതെന്നും സുപ്രീം കോടതി ആരാഞ്ഞു. പോലീസ് കസ്റ്റഡിയിലിരിക്കെ JNU വിദ്യാർത്ഥി യൂണിയൻ ചെയർമാൻ കന്നയ്യെ മർദ്ദിച്ചെന്ന് ഒളിക്യാമറയിൽ വെളിപ്പെടുത്തിയതും ഇതേ അഭിഭാഷകർ തന്നെ. ഈ വെളിപ്പെടുത്തലിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതി നടപടി. പാട്യാല ഹൌസ് സംഭവം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം എന്നാവശ്യപ്പെട്ടുള്ള വാദം കേൾക്കാമെന്നും സുപ്രീം കോടതി അറിയിച്ചു. പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയ കന്നയ്യ കുമാറിനെയും ഉമർ ഖാലിദിനെയും അനിർബൻ ഭട്ടാചാര്യയെയും ചോദ്യം ചെയ്തു. രഹസ്യ കേന്ദ്രത്തിൽ വച്ചായിരുന്നു പോലീസ് ചോദ്യം ചെയ്യൽ. അതേസമയം രോഹിത് വെമുല ദളിതനല്ലെന്ന റിപ്പോർട്ട് ഹൈദരാബാദ് പോലീസ് ഹൈക്കോടതിയിൽ നൽകി. അതിനാൽ പട്ടികജാതി വിഭാഗങ്ങൾക്കെതിരെയുള്ള ആക്രമണ പട്ടികയിൽ രോഹിത് ആത്മഹത്യാ കേസ് ഉൾപ്പെടുത്താനാകില്ലെന്നും പോലീസ് കോടതിയിൽ അറിയിച്ചു. രോഹിത് ദളിത് വിഭാഗക്കാരനാണെന്ന ജാതി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടുത്താതെയാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ദുർഗാദേവിയെയും മഹിഷാസുരനെയും കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷം. സ്മൃതി ഇറാനി മാപ്പ് പറയാതെ സഭ നടത്താൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. എന്നാൽ ദുർഗാദേവിയെ അപമാനിക്കുന്ന ലഘുലേഖ ലഭിച്ചത് JNUവിൽ നിന്ന് തന്നെയെന്ന നിലപാടിൽ തന്നെയാണ് സ്മൃതി ഇറാനി. പരാമർശത്തിൽ താൻ മാപ്പ് പറയില്ലെന്നും സ്മൃതി ഇറാനി സഭയെ അറിയിച്ചു. രാജ്യം 7.5% വളർച്ച നേടിയതായി സാമ്പത്തിക സർവേ റിപ്പോർട്ട്. പൊതുബജറ്റിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി സാമ്പത്തിക സർവേ റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വെച്ചു. ആഗോള വിപണിയിലെ എണ്ണ വിലയിടിവ് രാജ്യത്തിന് ഗുണകരമായി. ധനക്കമ്മി കുറയ്ക്കാൻ കഴിഞ്ഞു. നാണ്യപ്പെരുപ്പം 5% നിർത്തുകയാണ് ലക്ഷ്യമെന്നും സാമ്പത്തിക സർവേ പറയുന്നു. റബ്ബർ വിലയിടിവിൽ പ്രതിഷേധിച്ച് പാർലമെന്റിന് മുൻപിൽ ഇടത് MPമാർ പ്രതിഷേധ ധർണ നടത്തി. വിലയിടിവ് തടയാൻ കേന്ദ്ര സർക്കാർ നടപടി കൈക്കൊള്ളുന്നില്ലെന്ന് MPമാർ ആരോപിച്ചു. നേരത്തെ ഇത് സംബന്ധിച്ച് MPമാർക്ക് നൽകിയ ഉറപ്പ് രേഖകൾ ലംഘിക്കപ്പെട്ടുവെന്നും ഇടത് MPമാർ കുറ്റപ്പെടുത്തി. പ്രതിഷേധ ധർണയ്ക്ക് ശേഷം ഇടത് MPമാർ പ്രധാനമന്ത്രിയെ കണ്ട് നിവേദനം നൽകി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ഉൽപാദകരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്നതിൽ സുപ്രീം കോടതി വാദം കേൾക്കും. ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനെക്കുറിച്ചും വാദം കേൾക്കാൻ തീരുമാനമായി. കേസ് തള്ളണമെന്ന കേന്ദ്ര സർക്കാർ വാദം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. DYFI നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി നിലപാട്. കോട്ടയം CMS കോളേജ് പ്രത്യേക പൈതൃക പദവി നൽകും. ഇതിനായി UGC അംഗീകാരം ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോളേജിന്റെ 200ാം വാർഷികം ആഘോഷം രാഷ്ട്രപതി പ്രണബ് മുഖർജി ഉദ്ഘാടനം ചെയ്തു. വിവരങ്ങളുമായി TP പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, വിവരങ്ങൾ. സൗമ്യ, CMS കോളേജിന്റെ 200ാം വാർഷിക ആഘോഷങ്ങൾ രാഷ്ട്രപതി പ്രണബ് മുഖർജി ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യം അന്തർദേശീയ നിലവാരത്തിലേക്ക് രാജ്യത്തിന് ഉയരാൻ സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് വളരെ ആശങ്കാജനകമാണ് എന്ന രീതിയിലാണ് രാഷ്ട്രപതി ഇത്തരം കാര്യം പങ്കുവച്ചത്. ഒപ്പം വിദ്യാഭ്യാസം അർത്ഥപൂർണമാകുന്നത് ബഹുസ്വരതയും അതുപോലെ തന്നെ സഹിഷ്ണുതയും സ്വഭാവ രൂപീകരണം എന്നിവയെല്ലാം കൈവരിക്കുമ്പോഴാണ്. നിലവിലെ JNU അടക്കമുള്ള സർവകലാശാലയിലെ വിഷയങ്ങൾ നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രപതിയുടെ ഈ പരാമർശം എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ബഹുസ്വരതയും സഹിഷ്ണുതയുമെല്ലാം കൈവരിക്കുമ്പോഴാണ് വിദ്യാഭ്യാസം അർത്ഥപൂർണമാകുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഒപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണം പോലുള്ള മേഖലകളിലെല്ലാം തന്നെ സ്വകാര്യ പങ്കാളിത്തത്തിന്റെ അനിവാര്യതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മുന്നോട്ട് പോക്കിനും ഗവേഷണം പോലുള്ള ആ മേഖലയിലേക്കുള്ള സ്വകാര്യ പങ്കാളിത്തം എല്ലാം തന്നെ ഈ ഒരു മേഖലയിൽ വലിയൊരു നേട്ടം രാജ്യത്തിന് നൽകും എന്നാണ് അദ്ദേഹം പ്രധാനമായിട്ടും പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം സർവകലാശാലകൾ ബൗദ്ധിക സ്വാതന്ത്ര്യത്തിന്റെ വേദികൾ ആകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം സർഗാത്മക ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. വിദ്യാഭ്യാസ മേഖലയിൽ ആഗോള മാതൃക എന്ന നിലയിൽ കേരളം വളരണം എന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. CMS കോളേജിന്റെ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് ഉദ്ഘാടന പരിപാടികൾ എല്ലാം തന്നെ നടന്നത്. കോളേജിന്റെ പൈതൃക പദവി സംബന്ധിച്ച പ്രഖ്യാപനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. ഒപ്പം ഈ ശതാബ്ദി തപാൽ കവറിന്റെയും സ്റ്റാമ്പിന്റെയും പ്രകാശനവും ചടങ്ങിൽ നടന്നു. ഗവർണർ ജസ്റ്റിസ് സദാശിവം, അതുപോലെ തന്നെ CSI ഡെപ്യൂട്ടി മോഡറേറ്റർ ബിഷപ്പ് തോമസ് K. ഉമ്മൻ, പ്രിൻസിപ്പൽ ഡോക്ടർ സാം ഡാനിയൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മന്ത്രി അനൂപ് ജേക്കബിനെതിരെ ത്വരിതാന്വേഷണത്തിന് വിജിലൻസ് ഡയറക്ടറുടെ ഉത്തരവ്. 36 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന V. ശിവൻകുട്ടിയുടെ പരാതിയിന്മേലാണ് ഉത്തരവ്. വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, വിശദാംശങ്ങൾ. സൗമ്യ, ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബിനെതിരെ 36.5 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് നേരത്തെ V. ശിവൻകുട്ടി MLA ഉയർത്തിയത്. എറണാകുളത്തെ സപ്ലൈകോ ഹെഡ് ഓഫീസ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഈ ടെൻഡർ വ്യവസ്ഥകളും പർച്ചേസ് മാനുവൽ വ്യവസ്ഥകളും കാറ്റിൽ പറത്തി കൃത്രിമ സ്റ്റോക്ക് ഔട്ട്
കാണിച്ച് 2 കോടിയിലധികം രൂപയുടെ 15,000 കിൻഡൽ വറ്റൽ മുളക് വാങ്ങി കോർപ്പറേഷന് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തി വെച്ചതായിരുന്നു പ്രധാനമായും പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ. അതുകൂടാതെ ഈ ടെൻഡർ വ്യവസ്ഥകൾ അട്ടിമറിച്ചു എന്നും അദ്ദേഹം പരാതിയിൽ ആരോപിച്ചിരുന്നു. ഈ പരാതിയാണ് ഇപ്പോൾ ത്വരിതാന്വേഷണത്തിന് വേണ്ടി വിജിലൻസ് ഡയറക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. വിജിലൻസിന്റെ മധ്യമേഖല SP R നിശാന്തിനിക്കായിരിക്കും അന്വേഷണ ചുമതല എന്ന് ശങ്കർ റെഡ്ഡി വ്യക്തമാക്കിയിട്ടുണ്ട്. 4 ദിവസങ്ങൾക്ക് മുമ്പാണ് ശങ്കർ റെഡ്ഡി വി ശിവൻകുട്ടി അനൂപ് ജേക്കബിനെതിരെ നേരിട്ട് വിജിലൻസ് ഡയറക്ടർ മുമ്പാകെ പരാതി നൽകിയത്. ഇത് 2ാം തവണയാണ് അനൂപ് ജേക്കബിനെതിരെ ഒരു വിജിലൻസ് എൻക്വയറി ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്യുന്നതും. സൗമ്യ, ജീവനാണ് വിവരങ്ങൾ നൽകിയത്. കേരള കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാകുന്നു. PJ ജോസഫിന്റെ നിലപാടിൽ നേതാക്കൾക്ക് അതൃപ്തി. LDFുമായി ചർച്ച നടത്തണമെന്ന് ജോസഫ് വിഭാഗം നേതാക്കൾ നിലപാട് അറിയിച്ചു. നിയമസഭാ സീറ്റിനെ ചൊല്ലി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുള്ളിൽ ഭിന്നത രൂക്ഷമാവുകയാണ്. 6 സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ മുന്നണി വിടണമെന്ന നിലപാടിലാണ് ജോസഫ് ഗ്രൂപ്പ്. ഫ്രാൻസിസ് ജോർജ്, ആന്റണി രാജു, PC ജോസഫ് എന്നിവർ ഇക്കാര്യത്തിൽ ഒരേ നിലപാടുകാരാണ്. LDFുമായി ചർച്ച നടത്തണമെന്നും ഇവർ നിലപാട് സ്വീകരിക്കുന്നു. KM മാണി പാർട്ടിയെ തകർത്തുവെന്നാണ് മറ്റൊരു മുതിർന്ന നേതാവായ PC ജോസഫിന്റെ നിലപാട്. കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൽ KM മാണി പരാജയപ്പെട്ടു. അഴിമതിയോട് മാണി സന്ധി ചെയ്യുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജോസ് കെ മാണിയെ പാർട്ടി നേതാവായി അംഗീകരിക്കാൻ കഴിയില്ലെന്നും PC ജോസഫ് വ്യക്തമാക്കുന്നു. അതേസമയം മുന്നണി വിടുന്നതിനോട് PJ ജോസഫിന് താൽപ്പര്യമില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുന്നണി മാറുന്നു എന്നത് പ്രതിച്ഛായയെ ബാധിക്കുമെന്നാണ് ജോസഫിന്റെ പക്ഷം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ എക്സ്ക്ലൂസീവ് വികസനത്തെ അപ്രസക്തമാക്കുന്ന അഴിമതിയാണ് കേരളത്തിലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പന്തളം സുധാകരൻ. വികസനത്തിനൊപ്പം അഴിമതിയും നിറഞ്ഞു നിൽക്കുകയാണ്. സോളാർ കേസ് സർക്കാരിന്റെ പ്രതിച്ഛായ തകർത്തു. മദ്യനിരോധനമല്ല മദ്യവർജനമാണ് വേണ്ടതെന്നും പന്തളം സുധാകരൻ. കേരളം പ്രബുദ്ധമാണ്. ഏറ്റവും കൂടുതൽ അഴിമതി കേസുകളും ഏറ്റവും കൂടുതൽ വികസന പ്രക്രിയയും നടക്കുന്നത് കേരളത്തിലാണ്. ഒരു നാണയത്തിൻ്റെ 2 വശം പോലെയാണ്. ഒരു വശത്ത് അഴിമതി, ഒരു വശത്ത് വികസനവും. നിയമം മൂലം ഒരിക്കലും അല്ലെങ്കിൽ പോലീസ് ഫോഴ്സ് ഉപയോഗിച്ച് ഒരിക്കലും ഒരു സ്ഥലത്തും ഈ മദ്യനിരോധനം നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ്. ബോധവൽക്കരണത്തിൽ കൂടി മാത്രം സ്വന്തം മദ്യം വർജിക്കുക തന്നെയാണ്. നിയമസഭാ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും KSUവും കോൺഗ്രസിനുള്ളിൽ കലാപത്തിന് തുടക്കമിടുന്നു. യൂത്ത് കോൺഗ്രസിൽ നിന്നും 25 പേർക്കെങ്കിലും സ്ഥാനാർത്ഥിത്വം നൽകണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് ഹൈക്കമാൻഡിന് കത്ത് നൽകി. പീരുമേടും ബേപ്പൂരും കോഴിക്കോട് നോർത്തുമാണ് യൂത്ത് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. സ്ഥാനാർത്ഥി നിർണയ നടപടികൾ KPCC നേതൃത്വം ആരംഭിച്ച പശ്ചാത്തലത്തിലാണ് യൂത്ത് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിനു മുമ്പിൽ പരാതിയുമായി എത്തിയിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് ദില്ലിയിലെത്തി. യൂത്ത് കോൺഗ്രസ് ദേശീയ നേതാക്കൾ വഴി ഹൈക്കമാൻഡ് നേതൃത്വത്തിന് പേരുകളടങ്ങിയ സ്ഥാനാർത്ഥി പട്ടിക കൈമാറി. സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് നൽകിയ ലിസ്റ്റിൽ സ്വന്തം പേര് 2 മണ്ഡലങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പീരുമേടും ഉടുമ്പൻചോലയും. CR മഹേഷ് കരുനാഗപ്പള്ളി, ആദം മുൻസി ബേപ്പൂർ, വിദ്യാ ബാലകൃഷ്ണൻ കോഴിക്കോട് നോർത്ത് തുടങ്ങിയവരാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. 4 തവണ എങ്കിലും മത്സരിച്ച ആളുകൾക്ക് ഒരു മാറ്റം പാർലമെന്ററി രംഗത്തു ഇതിനെ സംബന്ധിച്ചൊരു കൃത്യമായ ഒരു ആലോചനയിലൂടെ, ഒരു പഠനത്തിലൂടെ ഒരു കൃത്യമായൊരു നിലപാടെടുക്കാൻ സാധിക്കും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. മുൻകാലങ്ങളിൽ KPCC നേതൃത്വം യൂത്ത് കോൺഗ്രസിന് മതിയായ പ്രാതിനിധ്യം നൽകിയിട്ടില്ലെന്ന പരാതി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. നിലവിലെ കണക്ക് പ്രകാരം UDFന്റെ സിറ്റിംഗ് സീറ്റുകളല്ലാത്ത 43 സീറ്റുകൾ കോൺഗ്രസിന്റെ കൈവശമുണ്ട്. ഇതിൽ 25 യൂത്ത് കോൺഗ്രസ് മത്സരിക്കണം. രാഹുൽ ഗാന്ധി വഴി സീറ്റുറപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ ശ്രമം. ന്യൂസ് ബ്യൂറോ, ദില്ലി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് PC ജോർജ്. ഇടതുമുന്നണിയുടെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കേരള കോൺഗ്രസ് സെക്യുലർ പിന്തുണയ്ക്കുമെന്നും ജോർജ് വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചാൽ പരിഭവം പറഞ്ഞു ചെല്ലില്ല എന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി അബ്ദുൽ സമദ് സമദാനി. നിലവിൽ കോട്ടക്കൽ MLA ആയ സമദാനിക്ക് സീറ്റ് നൽകേണ്ടെന്നാണ് പാർട്ടിയുടെ തീരുമാനം. സമദാനി മോശം MLA ആയിരുന്നു എന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. പീപ്പിൾ എക്സ്ക്ലൂസീവ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിക്കുമെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ചെങ്ങന്നൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് കേസെടുത്തത്. വ്യാജരേഖകൾ ചമച്ച് 2013-14 കാലഘട്ടത്തിൽ 3 കോടി രൂപ തട്ടിയെടുത്തുവെന്ന പരാതിയെ തുടർന്നാണ് കേസ്. FIRന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. മൈക്രോ ഫൈനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ 1ാം പ്രതിയും തുഷാർ വെള്ളാപ്പള്ളിയെ 2ാം പ്രതിയുമാക്കി ചെങ്ങന്നൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്.
ചെങ്ങന്നൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. 2013-14 കാലഘട്ടത്തിൽ വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും അടക്കം 15 പേർ ചേർന്ന് മൈക്രോ ഫൈനാൻസിന്റെ മറവിൽ വ്യാജരേഖകൾ ചമച്ച് 3 കോടി രൂപ തട്ടിയെടുത്തുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. SN ട്രസ്റ്റ് ബോർഡ് മെമ്പറും ചെങ്ങന്നൂർ SNDP മുൻ കൗൺസിലറുമായ സുനിൽ വള്ളിയാണ് പരാതിക്കാരൻ. മൈക്രോ ഫൈനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതി പോലീസിന് നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത്. മൈക്രോ ഫൈനാൻസ് യൂണിറ്റിന്റെ മറവിൽ കൺവീനർ, ജോയിന്റ് കൺവീനർ എന്നിവരുടെ വ്യാജരേഖകൾ സമർപ്പിച്ച് യൂണിയൻ ബാങ്ക് കിടങ്ങന്നൂർ ശാഖയിൽ നിന്നും 4 ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു. വായ്പയ്ക്കായി ഉപയോഗിച്ച വ്യാജരേഖകൾ പരാതിക്കാരൻ കോടതിയിൽ ഹാജരാക്കി. ഇത് പരിഗണിച്ച കോടതിയാണ് കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത്. മനഃപൂർവ്വമുള്ള ഗൂഢാലോചന, തട്ടിപ്പ്, പൊതുഖജനാവിന് നഷ്ടമുണ്ടാക്കൽ തുടങ്ങി ഇന്ത്യൻ പീനൽ കോഡിലെ 120B, 406, 420, 465, 468, 477, 471, 34 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ അനുവാദത്തോടെ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനായി 95 ലക്ഷം രൂപ വ്യാജരേഖകൾ ചമച്ച് തുഷാർ വെള്ളാപ്പള്ളി തട്ടിയെടുത്തതായും പരാതിയിലുണ്ട്. അടൂർ SNDP യൂണിയന്റെ കീഴിൽ നടന്ന തട്ടിപ്പിന് സമാനമായ തട്ടിപ്പാണ് ചെങ്ങന്നൂരിലും അരങ്ങേറിയതെന്നാണ് പരാതിയിൽ പറയുന്നത്. ലെസ്ലി ജോൺ, ഇടുക്കി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ലാവ്ലിൻ കേസിൽ ഹൈക്കോടതിയിൽ നിന്നും പാമോലിൻ കേസിൽ വിജിലൻസ് കോടതിയിൽ നിന്നും തിരിച്ചടികളുണ്ടായ സാഹചര്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ച 20 മിനിറ്റോളം നീണ്ടു. ലാവ്ലിൻ കേസ് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് എന്ന് കോടതി തന്നെ നിരീക്ഷിച്ച സാഹചര്യം സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. വിജിലൻസ് കോടതിയുടെ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങൾ നീക്കുന്നത് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്തതായാണ് ലഭിക്കുന്ന സൂചനകൾ. സിനിമയിൽ സെറ്റുകൾ ഇടുന്നത് പോലെയാണ് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ചേർന്ന് പുതിയ സർക്കാർ മെഡിക്കൽ കോളേജിൽ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. മന്ത്രിമാരുടെ നടപടി ശുംഭത്വമാണെന്നും VS വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരം ജനറൽ ആശുപത്രി ക്യാമ്പസിലെ മെഡിക്കൽ കോളേജ് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഷൂട്ട് ചെയ്യുന്ന മാതിരിയാണ് ഉമ്മൻചാണ്ടിയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹമന്ത്രിയായ മെഡിക്കൽ മന്ത്രി ശിവകുമാറും കൂടി മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തരം ശുംഭത്തരത്തെയാണ് നാം എല്ലാം ഇപ്പോൾ കാണുന്നത്. പത്രമാധ്യമങ്ങൾ ഇതിൻ്റെ തനിനിറം, യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരുമെന്ന് ഞാൻ ആശിക്കുന്നു. പുറത്തു കൊണ്ടുവരണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ചെങ്ങന്നൂർ മുളക്കുഴയിൽ ഗുണ്ടാ ആക്രമണത്തിൽ പെട്രോൾ പമ്പുടമ കൊല്ലപ്പെട്ട സംഭവത്തിൽ 3 പേർ പിടിയിൽ. കഴിഞ്ഞ ആഴ്ചയായിരുന്നു പമ്പുടമ മുരളീധരന് നേരെ ആക്രമണമുണ്ടായത്. എണ്ണയടിക്കുന്നതിനിടെയുണ്ടായ തർക്കം ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നു. ചികിത്സയിലായിരുന്ന മുരളീധരൻ ഇന്നലെ പുലർച്ചെയാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് പമ്പുകൾ അടച്ചിട്ടിരിക്കുകയാണ്.